എഴുത്തുകാരനായിട്ടുള്ള ഹീറോ തൻ്റെ ഫാനായിട്ടുള്ള ഒരു പെണ്ണിനെ ബാറിൽ വെച്ച് കണ്ടുമുട്ടും. അവർ തമ്മിൽ ഇഷ്ടത്തിലാകുകയും ചെയ്യും. പിന്നീട് ഇവർ തമ്മിൽ നടക്കാത്ത പരിപാടികളൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഹീറോയുടെ കുറേ അവിഹിതങ്ങളുമുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് 2001 ഇറങ്ങിയ സെക്സ് ആൻഡ് ലൂസി എന്ന മൂവിയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോയിനെ കാണിക്കും. അവൾ അവളുടെ ലവറായിട്ടുള്ള ഫെർണാണ്ടോയെ വിളിക്കും. എന്നിട്ട് പറയും, ഞാൻ രാവിലെ ചൂടായത് ക്ഷമിക്കണം, തെറ്റെല്ലാം എൻ്റെ ഭാഗത്താണെന്ന്. ഇത് കേട്ട ഫെർണാണ്ടോ പറയും, നീ പറഞ്ഞത് തെറ്റൊന്നുമില്ല, എന്നെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നത് അത്ര നല്ലതല്ലെന്ന്. പക്ഷെ ഹീറോയിനെ അവനെ പലതും പറഞ്ഞ് കൂളാക്കാൻ നോക്കും. നീ എപ്പോഴും പറയാറുള്ള ഐലൻഡില്ലേ, നമുക്ക് അങ്ങോട്ടേക്ക് ഇത് ട്രിപ്പ് പോകാമെന്ന് ഹീറോയിൻ പറയും. പക്ഷേ ഇതൊക്കെ കേട്ട ഫെർണാണ്ടോ ആണെങ്കിൽ അതിൽ നിന്ന് ഒഴിയാനും നോക്കും. ആ ടൈമിലാണ് ഒരാൾ വന്നിട്ട് അവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്, നീ അവർക്ക് പോയി ഫുഡ് കൊടുക്കാൻ പറയുന്നത്. ഇത് കേട്ട ഹീറോയിൻ അവർക്ക് പോയി ഫുഡ് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് വർക്കെല്ലാം കഴിഞ്ഞ് അവിടുന്ന് വേഗം ഇറങ്ങും. അവൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകും. പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോഴോ അവിടെ ആരുമില്ലായിരുന്നു. വീടിൻ്റെ വിൻഡോ ഓപ്പണായി കിടക്കുന്നതായിട്ടും ഇവള് കാണും. ആ ഒരു ടൈമിലാണ് ഇവൾക്കൊരു കോൾ വരുന്നത്. ഇവൾ കോൾ എടുക്കാൻ പോകുമ്പോഴാണ് തൊട്ടടുത്ത് ഒരു ലെറ്റർ ഇരിക്കുന്നത് കാണുന്നത്. പക്ഷേ ഇവൾ കോള് തന്നെ ആദ്യം എടുക്കും. വിളിച്ചത് വേറെ ആരുമല്ലായിരുന്നു, പോലീസായിരുന്നു. ഇത് ഫെർണാണ്ടോയുടെ വീടാണോ, നിങ്ങൾ അവൻ്റെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കും. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിന് അടുത്തുള്ള ലെറ്റർ എടുത്ത് വായിക്കും. അത് ഫെർണാണ്ടോയുടെ ലെറ്റർ ആയിരുന്നു. അതിൽ എഴുതിയേക്കുന്നത് ഇനി നിനക്ക് എന്നെ ഒരിക്കലും കാണാൻ പറ്റില്ലെന്നായിരുന്നു. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിന് കാര്യങ്ങൾ പിടികിട്ടും. അവൾ കോള് കട്ട് ചെയ്യും. വീണ്ടും വീണ്ടും പോലീസ് വിളിക്കും. പക്ഷെ അവൾ അതൊന്നും എടുക്കില്ല. അവൾ അവിടുന്ന് റൂമിലേക്ക് പോയി അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യും. എന്നിട്ട് അടുത്ത കൺട്രിയിലേക്ക് പോകാനുള്ളൊരു ടിക്കറ്റ് എടുക്കും. അതായത് ഹീറോ പറയാറുള്ള ഐലൻഡിലേക്ക് പോകാനുള്ള ടിക്കറ്റ്. അങ്ങനെ ഹീറോയിൻ ഐലൻഡിലെത്തും. അവൾ കടൽ മുഴുവൻ കറങ്ങി കാണും. അവിടെ മുഴുവൻ അവൾ എക്സ്പ്ലോർ ചെയ്യും. ആ ഒരു ടൈമിലാണ് നമ്മളെ ഹീറോ ആയിട്ടുള്ള ഫെർണാണ്ടോയുടെ പാസ്റ്റ് കാണിക്കുന്നത്. അവനൊരു എഴുത്തുകാരനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ എലീന എന്ന പേരുള്ള ഒരു പെണ്ണിനെ മീറ്റ് ചെയ്യുന്നത്. പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ അവളുമായിട്ട് അവൻ പരിപാടിയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, അവൾ പ്രഗ്നൻറ്റും ആകും. പക്ഷേ ഹീറോ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇവളെ ഹീറോയെ വിളിക്കാൻ ഒരുപാട് ട്രൈ ചെയ്യും. അവൻ ഫോൺ എടുക്കത്തില്ല. അവസാനം ഇവൾ അവനൊരു മെസ്സേജ് അയക്കും. അതായത് ഇവൾ പ്രഗ്നൻ്റ് ആണെന്നും അതോടൊപ്പം തന്നെ കുട്ടിക്ക് വേണ്ടി വേറെ ഒരു അച്ഛനെ ഇവൾ കണ്ടുപിടിക്കുവാണെന്നും പറഞ്ഞ് പിന്നീട് ഹീറോ ഒരിക്കലും ഒരു ഹോട്ടലിലേക്ക് പോയി അവൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിലാണ് അവിടെ അവൻ ഹീറോയിനെ കാണുന്നതും. ഹീറോയിൻ ഇവനോട് വന്ന് മിണ്ടും. അവളാണെങ്കിൽ ഇവൻ്റെ ഒരുപാട് നോവലും എഴുത്തും എല്ലാം വായിച്ചിട്ടുള്ളതായിരുന്നു. അവൾ ഈ കാര്യങ്ങളെല്ലാം ഹീറോയോട് പറയും. അതോടൊപ്പം തന്നെ ഹീറോയുടെ വലിയ ഫാനാണെന്നും ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞ് അവൾ കമ്പനിയാകും. ഹീറോയിൻ്റെ ഹോട്ടലിലെ ഓണർക്ക് അവളെ ഒരു നോട്ടമുണ്ട്. പക്ഷെ അവൾക്ക് ഹീറോയാണ് ഇഷ്ടമെന്നും പറയും. ഇതൊക്കെ കേട്ടിട്ട് ഹീറോ കിളി പോയി നിൽക്കുമായിരുന്നു. നമുക്ക് ഒന്നിച്ച് ജീവിക്കാമെന്നും കല്യാണം കഴിക്കാമെന്നും ഒക്കെ ഹീറോയിൻ ഇവനോട് പറയും. ഇതൊക്കെ കേട്ട ഹീറോ അവളെ വിളിച്ചുകൊണ്ട് ഒരു ബാറിലേക്ക് പോകും. അവർ നല്ലപോലെ വെള്ളമടിക്കും. അവിടെ വെച്ച് നല്ല കമ്പനിയുമാകും. പിന്നീട് അവൻ ഹീറോയിനെ വിളിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ വെച്ച് പറയണ്ടല്ലോ, ഇവർ തമ്മിൽ പരിപാടി നടക്കും. പിറ്റേ ദിവസം രാവിലെ ഹീറോയിൻ എഴുന്നേക്കും. കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഹീറോയെയും എഴുന്നേൽപ്പിക്കും. പിന്നീട് വീണ്ടും ഇവർ തമ്മിൽ പരിപാടി നടക്കും. ഇവിടം തൊട്ട് അവരുടെ ബന്ധം നല്ല സ്ട്രോങ് ആകും. ഈ ഒരു ടൈമിലാണെങ്കിലോ ഹെലീന അവളുടെ കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ അവിടെ ഇല്ല താനും. അങ്ങനെ ഒരിക്കൽ പരിപാടി നടത്തുമ്പം ഹീറോയിൻ അവനോട് ചോദിക്കും, നിനക്ക് വേറെ ഏതെങ്കിലും ബന്ധമുണ്ടായിരുന്നെന്ന്. ഇതിന് ഹീറോ ഇല്ലെന്നും പറയും. എലീന തൻ്റെ കുട്ടിയെയും കൂട്ടി ആ ഐലൻഡ് മുഴുവൻ ഹീറോ അന്വേഷിച്ച് നടക്കും. പക്ഷെ ഒട്ട് കണ്ടു കിട്ടത്തുമില്ല. ഇവിടെ ഹീറോയിനും ആണെങ്കിലോ ലൈഫ് എൻജോയ് ചെയ്ത് നോവലൊക്കെ എഴുതി ഹാപ്പി ആയിട്ട് പോകും. പിന്നീട് നമ്മളെ വീണ്ടും പ്രസന്റ് കാണിക്കും. ഹീറോയിൻ കടലിൽ കൂടെ നടക്കുന്ന ടൈമിൽ അവിടെ ഒരാളെ കണ്ടുമുട്ടും. ഇവൻ്റെ പേരാണ് കാർലോ. കടലിലെ യാത്രകളെ പറ്റിയും കുറേ കഥകളും കാര്യങ്ങളും എല്ലാം ഹീറോയിനോട് പറയും. ഹീറോയിനുമായിട്ട് കമ്പനിയാകും. അതോടൊപ്പം തന്നെ എലീനയെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് കാർലോ ഹീറോയിനെ വിളിച്ചുകൊണ്ട് അവൻ താമസിക്കുന്നിടത്തേക്ക് പോകും. അങ്ങനെ ഹീറോയിനകത്തേക്ക് എലീനയെ മീറ്റ് ചെയ്യും. വേറെ ആരുമല്ല, ആ എലീന തന്നെയാണ് ഈ എലീനയും. ഈ ഗസ്റ്റ് ഹൗസിലായിരുന്നു കാർലോയുടെ താമസവും. പിന്നീട് തുടർന്ന് എലീനയ്ക്ക് ഒരു മകളുണ്ടെന്നുള്ള കാര്യം ഹീറോയിൻ എലീന വഴി തന്നെ അറിയും. അതോടൊപ്പം തന്നെ ഹീറോയിൻ അവിടെ താമസിക്കാൻ വേണ്ടി ഒരു റൂമും എലീന അവൾക്ക് കൊടുക്കും. ഹീറോയിൻ അവളോട് ചോദിക്കും, കാർലോ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ടെന്ന്. എലീന പറയും, 6 മാസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ ഒന്നിച്ചാണ് കഴിയുന്നതെന്നും. പിന്നീട് എലീനയും കാർലോയും തമ്മിൽ ക്ലോസ് ആകുന്ന ടൈമിലെല്ലാം ഹീറോയിൻ ഇവരെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പിന്നീട് നമ്മളെ വീട് പാസ്റ്റ് കാണിക്കും. ഹീറോയുടെ ലൈഫ് ഹാപ്പി ആയിട്ട് പോകുന്നതും ഹീറോയിനെ പറ്റി എഴുതിയ നോവലിനെ കുറിച്ച് അവളോട് തന്നെ ചോദിക്കുന്നതുമൊക്കെ. അങ്ങനെ ഒരിക്കൽ ഹീറോയുടെ ബർത്ത്ഡേ ആഘോഷം നടക്കും. ആ ടൈമിലാണ് അവൻ്റെ ഫ്രണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, പണ്ട് നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണില്ലേ എലീന, അവൾക്കിപ്പോൾ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെന്ന്. അതോടൊപ്പം തന്നെ എലീനയുടെ ഡീറ്റെയിൽസും കൂടെ കാർലോ താമസിക്കുന്ന കാര്യമൊക്കെ അവൻ പറയും. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോ ഷോക്കാവും. അവൻ കുട്ടിയെപ്പറ്റി ഫ്രണ്ടിനോട് ചോദിക്കും. അതോടൊപ്പം തന്നെ കുട്ടി പഠിക്കുന്ന സ്കൂളിലേക്കും പോകും. അവൻ ആരാണെന്നുള്ള കാര്യമൊന്നും കുട്ടിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു.
അവൻ അവളുമായി കുറേ നേരം സംസാരിക്കും. പിന്നീട് അവൻ്റെ കുട്ടിയെപ്പറ്റി നോവൽ എഴുതാൻ തുടങ്ങും. ആ നോവൽ നമ്മുടെ ഹീറോയിൻ വായിക്കുകയും ചെയ്യും. പിന്നീട് ഹീറോ പലപ്പോഴും കുട്ടിയെ കാണാൻ പോകുമായിരുന്നു. കുട്ടിയുടെ കെയർ ടേക്കർ ആയിട്ടുള്ള ഒരു പെണ്ണുമായിട്ട് ഇവൻ കമ്പനിയാകുകയും ചെയ്യും. അവളുമായിട്ട് കുറേ നേരം മിണ്ടി പറഞ്ഞിരിക്കും. ഹീറോയ്ക്ക് അവളോടൊരു അട്രാക്ഷനും തോന്നും. കെയർ ടേക്കർ അവളുടെ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഹീറോയെ മൂഡാക്കും. ഇത് കേട്ട ഹീറോ അവളെയും അവൾ പറഞ്ഞ കഥാപാത്രങ്ങളെയും ആ നോവലിലേക്ക് ആടാക്കും. ഈ നോവൽ വായിച്ച ഹീറോയിനാണെങ്കിലോ ഇത് കണ്ട് മൂഡാകും. അവൾ കൈപ്പണി നടത്താനായിട്ടും തുടങ്ങും. ഒരിക്കൽ കെയർ ടേക്കർ അവളുടെ അമ്മ അഭിനയിച്ചൊരു ബ്ലൂ ഫിലിം കൊണ്ട് ഹീറോയ്ക്ക് കൊടുക്കും. ഇത് കണ്ട ഹീറോ അത് അടിപൊളിയാണെന്നും പറയും. അതോടൊപ്പം തന്നെ ഇന്ന് വീട്ടിൽ കുട്ടിയുടെ അമ്മയില്ല, അതായത് എലീനയില്ല. അതുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു എന്ന് കെയർ ടേക്കർ അവനോട് ചോദിക്കും. ഇത് കേട്ട ഹീറോ ഓക്കെ പറയും. അങ്ങനെ രാത്രി ഹീറോയിനറിയാതെ ഹീറോ കെയർ ടേക്കറിൻ്റെ വീട്ടിലേക്ക് പോകും. കുട്ടിയെ ഉറക്കിയതിന് ശേഷം അവൻ കെയർ ടേക്കറിൻ്റെ റൂമിലേക്ക് പോകും. പരിപാടി നടത്താനായിട്ട് തുടങ്ങും. പക്ഷേ കുട്ടി ഉറങ്ങിയിട്ടില്ലായിരുന്നു. അവൾ അങ്ങോട്ടേക്ക് വരും. ആ ഒരു ടൈമിലാണ് അവരുടെ വീട്ടിൽ വളർത്തുന്ന പട്ടി ആ കുട്ടിയെ ചെറുക്ക് അടിക്കുന്നത്. അവിടെ വെച്ച് വീണ ആ കുട്ടി ഡെത്താകുകയും ചെയ്യും. അങ്ങനെ ആ കുട്ടിയുടെ മരണം കെയർ ടേക്കറിനെ നല്ലപോലെ ബാധിക്കും. അവളൊരു ഡിപ്രഷനിലേക്ക് പോകും. എലീന കുട്ടി മരിച്ച വിഷമങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്നതായിട്ട് കാണിക്കും. അതോടൊപ്പം തന്നെ കുട്ടിയുടെ കെയർ ടേക്കറിനെ വിളിച്ച് ആശ്വസിപ്പിക്കുന്നതായിട്ടും കാണിക്കും. പക്ഷേ മകളുടെ മരണം ഹീറോയെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഹീറോയിനെ മൈൻഡ് ചെയ്യാതായി. പക്ഷേ ആ ടൈമിലും തനിക്കൊരു മകളുണ്ടെന്നുള്ള കാര്യം അവൻ ഹീറോയിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അവൻ പതിയെ പതിയെ ഹീറോയിനെ അവോയ്ഡ് ചെയ്യും. പിന്നീട് ഇവൻ എലീനയെ പറ്റി അന്വേഷിക്കാനേ തുടങ്ങും. അങ്ങനെ അന്വേഷിച്ച് അവളുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഇവന് കിട്ടും. അങ്ങനെ നേരിൽ കാണാതെ തന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ മിണ്ടും. ഇത് എലീനയ്ക്കും ഒരു ആശ്വാസമായിരുന്നു. ഈ ഒരു ടൈമിൽ അവൻ ഹീറോയിനെ മൈൻഡ് കൂടി ചെയ്യുന്നില്ലായിരുന്നു. ഒരിക്കൽ ഹീറോയിൻ അവനോട് വന്ന് ചൂടാകും അവളുമായിട്ട് കിടക്കാത്തത് കൊണ്ട്. ഹീറോയിൻ ഹോട്ടലിലെ ഓണറുമായിട്ട് കിടന്നെന്ന് വരെ പറയും. അത് കേട്ടിട്ട് പോലും ഹീറോ മൈൻഡ് ചെയ്യില്ല. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടേ പറ, അത് നമുക്ക് സോൾവ് ചെയ്യാമെന്ന് ഹീറോയിൻ പറയും. പക്ഷെ ആ ടൈമിലും ഹീറോ ഈ കാര്യങ്ങളൊന്നും അവളോട് പറയില്ല. അങ്ങനെ ഇതെല്ലാം കേട്ട ഹീറോ അവളോട് പറയും, നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ലെങ്കിൽ പോകാം, പക്ഷെ എനിക്ക് മാറാൻ കഴിയില്ലെന്ന്. പിന്നീട് ഹീറോയുടെ മകളുടെ മരണത്തിന് കാരണമായ എല്ലാവരെയും കൊല്ലുന്നതായിട്ട് ഹീറോ നോവലിൽ എഴുതുകയും ചെയ്യും. പിറ്റേ ദിവസം ഹീറോ അവനോട് വന്ന് അടിയുണ്ടാക്കും. അവളെ അവോയ്ഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞും അതോടൊപ്പം തന്നെ നിനക്ക് വേണമെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഹീറോയിൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതിനുശേഷമാണ് ഹീറോ ഇവിടുന്ന് പോകുന്നതും അതോടൊപ്പം തന്നെ ഹീറോയിൻ ഹോട്ടലിൽ വെച്ച് ഇവനെ വിളിക്കുന്നതുമൊക്കെ. നമ്മൾ മൂവിയുടെ തുടക്കമാണ് ആ സീനൊക്കെ നടക്കുന്നത്. അവിടെ നിന്ന് കെട്ടിയതിൽ നമ്മളെ കാണിക്കുന്നത് ആത്മഹത്യക്ക് ട്രൈ ചെയ്ത ഹീറോ ആശുപത്രിയിൽ കിടക്കുന്നതും അവൻ്റെ ഫ്രണ്ട് അടുത്ത് നിൽക്കുന്നതുമാണ്. പിന്നീട് നമ്മളെ വീണ്ടും പ്രസന്റ് കാണിക്കും. ഹീറോയിൻ കുളിക്കാനായി കടലിലേക്ക് പോകും. ആ ടൈമിലാണ് കാർലോ അവിടെ ചെളിയിൽ കിടക്കുന്നതായിട്ട് കാണുന്നത്. കാർലോ അവളെയും വിളിക്കും. ഇത് കണ്ട ഹീറോയിൻ ഉടുപ്പെല്ലാം അഴിച്ച ശേഷം കാർലോയുടെ കൂടെ ചെളിയിൽ കിടക്കും. ഹീറോയിൻ ഹീറോയുടെ ബർത്ത്ഡേയെ പറ്റി പറയും. ആ ടൈമിലാണ് എലീനയ്ക്ക് ചെറിയൊരു ഡൗട്ട് തോന്നുന്നത്. പിന്നീട് ഹീറോയിൻ തൻ്റെ കാമുകനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയും. ഈ ടൈമിലാണ് എലീനയ്ക്ക് പിടികിട്ടുന്നത് തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് ആ കാമുകനെന്ന്. ഇത് കേട്ട എലീന ഒന്നും വിടാതെ അവിടുന്ന് വളരെ വിഷമത്തോടെ റൂമിലേക്ക് പോകും. ആ ഒരു ടൈമിലാണ് ഹീറോയിൻ അവിടെ വെച്ച കുഞ്ഞിൻ്റെ ഫോട്ടോയിലെ നെയിം കാണുന്നത്. ഈ നെയിം ഹീറോയുടെ നോവലിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് ഹീറോയിൻ ഓർക്കും. അങ്ങനെ കാര്യങ്ങൾ ഏറെക്കുറെ പിടികിട്ടിയ ഹീറോയിൻ എലീനയെ ആശ്വസിപ്പിക്കും. പിന്നീട് എലീന തൻ്റെ ഒരു ഫ്രണ്ട് ഓൺലൈനിൽ ചാറ്റ് ചെയ്യാറുണ്ടെന്ന് പറയും. ആ ടൈമിലാണ് ഹീറോയിൻ ഈ കാര്യം പിടികിട്ടുന്നത്, അതും ഹീറോ ആണെന്നുള്ളത്. പക്ഷേ ഹീറോയിൻ അത് എലീനയോട് പറയില്ല. ഹീറോ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഹീറോയിന് പിടികിട്ടും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മളെ കാണിക്കുന്നത് ഹീറോ കണ്ണ് തുറക്കുന്നതാണ്. കണ്ണ് തുറന്ന ഉടനെ ഹീറോയിൻ എവിടെയാണെന്ന് അവൻ ചോദിക്കും. ഇത് കേട്ട ഫ്രണ്ട് പറയും, നീ ഇപ്പം അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ടെന്ന്. നീ ഒരു മന്തായിട്ട് കോമയിലായിരുന്നു. നിനക്ക് അപകടം പറ്റിയപ്പോൾ തന്നെ ഹീറോയിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് അവൾ ഫോൺ കട്ടാക്കി. ഒരു പക്ഷേ നീ ഡെത്തായിട്ടുണ്ടാകുമെന്ന് ഓർത്ത് അവൾ നാട് വിട്ടിട്ടുണ്ടാകുമെന്ന് ഫ്രണ്ട് പറയും. ഇത് കേട്ട ഹീറോ പറയും, അവളിപ്പോൾ എവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാമെന്ന്. ഉടനെ തന്നെ രണ്ടുപേരും കൂടി ഹീറോയിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് തുടങ്ങും. ഇവിടെയാണെങ്കിലോ ആ കെയർ ടേക്കറുടെ അമ്മയുടെ കാമുകനാണ് കാർലോ. അവൻ കള്ളപ്പേരിലാണ് ഇവിടെ വന്നതെന്നുള്ള കാര്യം എലീനയ്ക്ക് പിടികിട്ടും. ഇതറിഞ്ഞ എലീന അവനെ പോലീസിൽ ഏൽപ്പിക്കാനും തുടങ്ങും. പക്ഷെ അവരുടെ ജീവിതം അപകടത്തിലാക്കിയിട്ടാണ് കാർലോ ഇവിടെ വന്നതെന്ന് വിശ്വസിച്ച എലീനയോട് ഹീറോയിൻ അതല്ല സത്യമെന്ന് പറയും. അങ്ങനെ കാർലോയുടെ കാര്യം പറഞ്ഞ് റോഡിൽ വെച്ച് അവർ തമ്മിൽ തർക്കമാകും. ഹീറോയിൻ വണ്ടിയും എടുത്തുകൊണ്ട് ലൈറ്റ് ഹൗസിന് അങ്ങോട്ടേക്ക് പോകും. ആ ഒരു ടൈമിൽ തന്നെ ഹീറോയിനെ അന്വേഷിച്ചിറങ്ങിയ ഹീറോ അതിലേ പോകും. ഹീറോ പോകുന്നതാണെങ്കിലോ എലീന കാണുകയും ചെയ്യും. കുറേ വർഷങ്ങൾക്ക് ശേഷം കാണും. അവൾ വണ്ടിയും എടുത്തുകൊണ്ട് ഹീറോയുടെ പുറകെ പോകും. അങ്ങനെ ഒടുവിൽ ഹീറോ എലീനയും കാണും. രണ്ടുപേരുടെയും കണ്ണ് നിറയും. ഹീറോ അവളോട് ക്ഷമ ചോദിച്ച് കെട്ടിപ്പിടിക്കുകയും ചെയ്യും. കാർലോയെ അന്വേഷിച്ചിറങ്ങിയ ഹീറോയിനാണെങ്കിലോ അവനോട്ട് കണ്ടുപിടിക്കത്തുമില്ല. ആ ടൈമിൽ തന്നെ എലീന അങ്ങോട്ടേക്ക് വരും. ഹാപ്പി ആയിട്ട് ഇവളോട് പറയും, ഇന്ന് വീട്ടിലേക്ക് വാ, നമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കാം, ഇന്ന് സ്പെഷ്യൽ ഡേ ആണെന്ന്.
അങ്ങനെ എലീന ഹീറോയിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകും. അങ്ങനെ ഹീറോയിൻ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഹീറോയെ കാണുന്നത്. ഇത് കണ്ട് അവൾ ഷോക്കാകും. ഹീറോയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. അങ്ങനെ രണ്ടുപേരും സ്നേഹത്തോടെ ഹാപ്പി ആയിട്ടിരിക്കും. ഈ ടൈമിലോ ഹെലീന തൻ്റെ മകളുടെ ഫോട്ടോ നോക്കി കരയുകയും ചെയ്യും. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ഹീറോ വീണ്ടും നോവൽ എഴുതുന്നതായിട്ടും ഹീറോയിനുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നതും കാണിക്കും. ഇതോടെ ഈ മൂവിയും തീരും.